PDS വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കിയ കേസിൽ മുൻകൂർ ജാമ്യം തേടി പ്രതികൾ. ഡോക്ടർ റാമും സംഗീതയും തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. അതേസമയം ലോൺ ആപ്പിനെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തു. പണം തിരിച്ചടയ്ക്കാത്തതിന് മാനസികമായി പീഡിപ്പിച്ചെന്നാണ് ഇൻസ്റ്റാ പേ ആപ്പിനെതിരെ FIR. നിഖിൽ വിവരങ്ങളുമായി ചേരുകയാണ്. നിഖിൽ, എന്തായാലും നിതിൻ രാജിന്റെ മരണത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നു. അതിനിടെ ഇപ്പോൾ റാമും സംഗീതയും ഒക്കെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടുണ്ട്. അവർക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ? മറ്റു വിവരങ്ങൾ? ഏതായാലും ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട 2 അധ്യാപകരും മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇവർ ഇത്തരത്തിൽ കോടതിയെ സമീപിക്കുമെന്ന സൂചന ഉണ്ടായിരുന്നു. ഏതായാലും ഈ സംഭവം നിതിൻ രാജ് ജീവനൊടുക്കുന്നതിൽ തങ്ങൾക്ക് പങ്കില്ല, അതിന് തങ്ങൾ കാരണക്കാരായിട്ടില്ല എന്ന വാദമുയർത്തിയാണ് 2 പേരും ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഡോക്ടർ റാം ആണെങ്കിൽ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം നിതിൻ രാജ് ജീവനൊടുക്കാൻ കാരണം, നിതിൻ രാജിനെ അത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചത് എന്ന വാദമാണ് പ്രധാനമായും ഈ മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഭാഗമായി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഡോക്ടർ സംഗീത നമ്പ്യാരാണെങ്കിൽ ഈ സംഭവം നടക്കുന്ന ദിവസം താൻ നാട്ടിലുണ്ടായിരുന്നില്ല, മംഗലാപുരത്തായിരുന്നു. മാത്രമല്ല തന്നോട് നല്ല രീതിയിൽ പെരുമാറിയിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു നിതിൻ രാജ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ ഇത്തരത്തിൽ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. ഏതായാലും ഇവർ 2 പേരും തങ്ങൾക്ക് നിതിൻ രാജ് ജീവനൊടുക്കിയ സംഭവത്തിൽ പങ്കില്ല എന്ന ഒരു വാദം ഉന്നയിച്ചാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ മാസം 22-ാം തീയതിയാണ് ഈ കേസ് കോടതി പരിഗണിക്കുക. ഏതായാലും ഇപ്പോൾ ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട്. ആരോഗ്യ സർവകലാശാല നിയോഗിച്ച പ്രത്യേക അന്വേഷണ സമിതി ആഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും മൊഴിയെടുപ്പ് തുടരുകയാണ്. 1-ാം വർഷ BDS വിദ്യാർത്ഥികളിൽ നിന്ന് രാവിലെ മുതൽ തന്നെ മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ പോലീസിൻ്റെ അന്വേഷണവും സമാന്തരമായി നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇന്നിപ്പോൾ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഇൻസ്റ്റാ പേ എന്ന് പറയുന്ന ലോൺ ആപ്പിനെതിരെ ചക്കരക്കൽ പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. ഈ കേസെടുക്കാനുള്ള കാരണമായി പറയുന്നത് നിതിൻ രാജിനെ ഈ 9-ാം തീയതി നിരന്തരം വിളിച്ച് ഭീഷണിപ്പെടുത്തി ഈ പണം അടക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എന്നതുൾപ്പെടെ കാണിച്ചാണ് സൈബർ സെല്ലിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചക്കരക്കൽ പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പ്രതികൾ കോടതിക്ക് മുന്നിൽ എത്തുമ്പോഴും ഈ 7-ാമത്തെ ദിവസവും പ്രതികളെ പിടികൂടാനായില്ല എന്ന കാര്യം പോലീസിനെതിരെയും വലിയ വിമർശനമായി വരുന്നുണ്ട്. ശരി നിഖിൽ.